മേലോട്ട് അത് ഇവിടെ ഉണ്ടല്ലോ. ഇറങ്ങട്ടെ. ഒരു കോഹ്ലിയുടെ ഒരു അച്ഛൻ കൊണ്ട് എവിടെയാലും സിറ്റുവേഷനിൽ പോയ അവന്റെ മോൻ, അവന്റെ അച്ഛൻ, അവന്റെ കൊച്ചച്ഛൻ, കൊച്ചച്ഛന്റെ മോൻ, പെണ്ണും പിള്ള, പെണ്ണും പിള്ളയുടെ ചില്ലും കൂട്ടി അടച്ചിട്ട് നമ്മള് ഫുൾ പാക്കേജാ. നമുക്കൊരു ആപത്ത് വരുമ്പത്തേക്ക് ബോഡിയെങ്കിലും ബോഡിയെങ്കിലും വീട്ടിലെത്തിക്കണം. സംഭവം സൂര്യബോസ് പറയുവാണേ, അലീനക്ക് 2 ദിവസം കൊണ്ട് ഭയങ്കര വയറുവേദനയാണ്. വയറുവേദനയും ഭയങ്കര ക്രേവിങ്സ്, മാങ്ങ കഴിക്കാനൊക്കെ തോന്നുന്നൊക്കെ. നിന്നെ ചതിച്ചല്ലേ പാലീന? എന്നാ മാങ്ങ കഴിക്കാൻ തോന്നുന്നു. നിന്നെ ചതിച്ചല്ലേ പാലീന? ഇല്ലടാ, ഞാൻ പറഞ്ഞതാണ്. അത് പറഞ്ഞത് എന്തായാലും നിന്റെ അല്ലല്ലോ അളിയാ, നിനക്ക് അതിനുള്ള കഴിവില്ലല്ലോ. അല്ല, എനിക്കത് കഴിവുള്ള സൂര്യബോസ് ഇരിക്കണേ. അണ്ണനുണ്ടാ? ദത്തെടുത്തല്ലടാ നീ ദത്തെടുത്ത് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ദത്തെടുത്തോണ്ടോന്നല്ലടാ. അല്ല അല്ല, നീ ദത്തെടുത്തോണ്ടോന്നല്ലടാ നീ. പിന്നെ ഈ ചെറുക്കൻ എങ്ങനെ തമിഴ് പറയുന്ന ഇപ്പം പറ? ഞാൻ പഠിപ്പിച്ചത് മലയാളം നല്ലപോലെ സംസാരിക്കും. ഇതാണ് മലയാളം. അടിച്ച് നിന്നെ ഞാൻ തിരിച്ചു കളയും. ഇതൊന്നും അല്ല മലയാളം. നീ വേറെന്തോ പറയണേ. നിന്റെ മനസ്സിലാക്കാൻ തന്നെ 1/2 മണിക്കൂർ എടുക്കും. ജനിച്ചപ്പോ തൊട്ട് എന്റെ മോനായിട്ട് വെർസറ്റൈൽ ബേബി ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. സോ അതുകൊണ്ട് ഞാൻ പലതരം ലാംഗ്വേജ്, മറാഠിയിൽ സംസാരിക്കും. മറാഠി സംസാരിക്കാം. ലൗഡ എന്നൊക്കെ ആണ് പറഞ്ഞ. മറാഠിയാണ് ഇപ്പൊ പറഞ്ഞേ. ഒന്നുകൂടെ പറയണ, മറാഠി പറഞ്ഞ. സൂപ്പർ. അറബി അറിയാം? കന്നഡ 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 ഏകത്തുമാനെ. ഇത് അറബി. അതല്ലേ ഇത് തമിഴ് പാട്ട്. തമിഴ് പാട്ട്. ഇതെല്ലാം സാമ്യതയുള്ള ഭാഷകളല്ലാണ്. അവൻ വണ്ടി എടുക്കാതെ വഴി വെട്ടി ഓടി. ദോ പോണവൻ നേരെ ഓടിയവൻ. അവിടെ കിടന്ന് നമ്മുടെ ആളാണോ? ഇവിടെ ആരാ ചത്തു വീണ ഇപ്പൊ? ബ്രോന്റെ ഓരോ കാര്യങ്ങള് ഇരിക്കാനും പറ്റൂല. അച്ഛനും അച്ഛനും വണ്ടി ഓടിക്കാൻ അറിയാലോ. വണ്ടി ഓടിക്കാൻ അറിയാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ലൈസൻസ് ഒക്കെ തന്നേ. എന്താന്ന് ഞാൻ കത്തി നിൽക്കുന്ന ഇവന്മാര് പോയിട്ട് ഇവന്മാരുടെ ഇപ്പോഴത്തെ പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ വേണ്ട അടിക്കാൻ എന്തായാലും പേടിയാ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാ നമ്മളൊക്കെ തത്സമയം വരുന്നതിന് തൊട്ട് മുമ്പ് നേരെ ഏതെങ്കിലും സിറ്റുവേഷൻ ട്രിഗർ ആക്കാം. കാരണം ഇന്നലെ ബോബോയെ കത്തിച്ചപ്പോ ചോദിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഇപ്പൊ നമ്മള് വരുന്നതിന് മുമ്പ് അത്രയ്ക്ക് ധൈര്യമുള്ളവന്മാരൊന്നും വെയിറ്റ് ചെയ്യില്ലടാ. നമ്മൾ ടി വി സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കിയിട്ട് പോവില്ല. ടി വി സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി പോവില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും തല്ലുമെന്നറിയാം. അത്രയ്ക്ക് ഉറപ്പുണ്ടായിട്ട് പോലും അവന്മാര് വേറെ സിറ്റുവേഷൻ എടുത്ത് വെക്കണമെങ്കിൽ എന്തോ ഒരു പേടിയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാറില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തന്നെ തല്ലിയാൽ നമ്മൾ സിറ്റുവേഷൻ എടുക്കും. എന്നിട്ടും വേറൊരു ഗ്യാങ്ങിനോട് സിറ്റുവേഷൻ എടുത്ത് വെക്കണമെങ്കിൽ അവന്റെയൊക്കെ പ്ലാൻ എന്തോന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പേടിച്ചു കൂറികള് വരട്ടെ കഴിഞ്ഞ്. എടാ സൂര്യബോസ് എന്തിയാടാ? ബ്രോ ആരെയും പേടിപ്പിക്കണേ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. എടാ വിടറാ, ഞാൻ എന്റെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു.
சொல்லுங்க பெரியப்பா. ആ നീ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? அதான் மாங்கா மாங்கா. മാങ്ങ ஐயே, അണ്ണാ ഇത് സംഭവം അണ്ണാ ഈ സംഭവം ഗ്യാസിന്റെ ആണ്. ഇപ്പൊ സൂര്യക്ക് ടെൻഷൻ, ഒരേ ടെൻഷൻ. அது என்ன ஆயிடுச்சுன்னு பாருங்க. ஃபர்ஸ்ட் வந்து அப்பா பம்பு போடும். பம்பு போகும்போது அம்மா வந்து 10 டைம்ஸ் வாமிட் எடுத்து, ஒரு டைம் இல்ல 10 டைம்ஸ் வாமிட் எடுத்து, அப்புறம் 10 ടൈംസ് വോമിറ്റ് എടുത്താ? ആര് തറന്ന് വോമിറ്റ് വാരി എടുത്താ? அல்ல இல்ல இல்ல அது போல. அதுக்கப்புறம் அம்மா கொஞ்சம் தூரம் கார் ஓட்டும் போது சோதிச்சு, எனக்கு ஃபுட் കഴിக்க மசால் தோசை வேணும், அதுக்கப்புறம் எனக்கு டயர்டா இருக்கு, அப்புறம் மாங்காய் வேணும், பச்சை மாங்காய் வேணும், அதெல்லாம் ചോദിച്ചു. വയറിളകുമ്പോ പഠിക്കും ഇതെല്ലാം തൂറ്റല് പിടിപ്പിക്കുമ്പോ മാറും കേട്ടാ. ഈ കണ്ട സാധനങ്ങളൊക്കെ വാരി കുടിക്കാതെ അച്ചാറ് സോഡ. അണ്ണാ എന്തൊരു സോറി. എന്താടാ? ഐ എം വെരി സോറി. അയ്യോ എന്നോട് എന്തിനാ സോറി പറയുന്നത്? നിന്റെ വൈഫല്ലേ? അല്ലാണ്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി. എന്ത് എന്തുണ്ടായി? ഇനിയിപ്പോ ഇത് മറച്ചിട്ട് കാര്യമില്ല അണ്ണാ. എടാ, എന്റെ പൊന്ന് ചന്ദ്ര, അലീനക്ക് വയറ്റിളക്കോ തൂറ്റലോ എന്തോ ആണ്. നീ കൊണ്ട് ആശുപത്രി കാണിക്കളിയാ? ഒരു ഡൗട്ടും ഇല്ല. നീ കടന്ന് ചിന്തിക്കല്ലേ നീ അധികം. ഫുഡ് പോയിസൺ എന്തോ അടിച്ച് തൂറ്റല് പിടിച്ചതാണ്. പുതിയ വൈറസ് എന്താണത്? എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം എന്തോ കല്യാണം നടത്താനേ നിന്റെ ഓപ്പണേജ് കളഞ്ഞു പോയ തന്തയില്ലേ? നീ നാട്ടിലെല്ലാവരുടെ കക്ഷത്തിലെ രോമം പറിച്ചിട്ട് നീ പോയിട്ട് നിന്റെ തന്ത കറുത്ത തന്തയിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് പുള്ളിയോട് നടത്തി തരാൻ പറയണം. ഒരു ദിവസം വേഷം കെട്ടി മുണ്ടും എടുത്ത് കോണാനും ഇട്ട് മറ്റേ ഇതും മറ്റും ഞാനും ജോക്കിയൊക്കെ വന്നതാണ് ആ വീട്ടിൽ കല്യാണം നടത്താൻ. എന്നിട്ട് എന്നെ അതുപോലെ ഞങ്ങൾ നാണം കെട്ടറാ അവിടെ. വിഷമമുണ്ട് എനിക്ക്. ഞങ്ങൾ വിഷമം കെട്ട് നാണം കെട്ട് വന്നവരാ ഞങ്ങൾ. ഇനി നിനക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പോവാം. ഇനി ആ വീട്ടിലോട് കല്യാണം നടത്താൻ. ജോക്കി അറിഞ്ഞോണ്ടല്ലോ വെട്ടി നുറുക്കും നിന്നെ. അണ്ണാ ഇങ്ങനെയാണ് എനിക്ക് ഒരു ഒറിജിനൽ മോനെ വളർത്തണമെന്നുണ്ടോ? കുറെ നാൾ വല്ല വല്ല മോനെ വളർത്തി മടുത്ത്. കുറച്ചു മുമ്പല്ല നീ അത് മുന്നിൽ വെച്ചാ. അല്ല സൂര്യ ഉദ്ദേശിച്ചല്ല, സൂര്യ എന്റെ മോല്ലേ. അല്ല ഞാൻ ഉദ്ദേശിച്ച സൂര്യ നമ്മുടെ അപ്പുക്കുട്ടല്ലേ, അപ്പുക്കുട്ട മറ്റേ അപ്പുല്ലേ, അപ്പുവൻ, അവന്റെ ഒരു ഉദ്ദേശം. അണ്ണാ ഞാൻ കുറച്ച് പിള്ളേർ ഇത്രത്തെ വളർത്തുന്ന രസമാണ്, അവരെ കാര്യം പറഞ്ഞാണ്. അവരൊക്കെ അനാഥരാ ശരിക്കും. നമുക്ക് ഓഫ്നേജ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഓഫ്നേജ് ഇങ്ങനെയാണ് വാർഡൻ. പിള്ളേര് മാത്രമേ ഉള്ളൂ. ഇവരാണ് സാറ്, പിള്ളേരെ പഠിപ്പിക്കുന്ന സാറ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെടാ. ഇനി ചന്ദ്ര നിന്റെ കല്യാണം കളവാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരാൻ പറ്റും. ഞാൻ വരത്തില്ല. ഞാൻ ആ 7 അയലത്ത് വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. അങ്ങനെ പറഞ്ഞ ശരിയാവും. അത് അങ്ങനെ പറഞ്ഞ നീ ഉണ്ടാകാടാ കല്യാണത്തിന്. താലിമാലെന്നൊക്കെ പറഞ്ഞ് തട്ടവും പിടിച്ച് ഞാൻ അവിടെ നിന്നതാ പൊട്ടനെ പോലെ. എന്നിട്ട് ഞങ്ങള് കല്യാണത്തിന് വന്നപ്പോ അവൾ ആറ്റിച്ചാടുമെന്ന് അവൾ ആറ്റിച്ചാടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിൽക്കണം. അവിടെ ആറ്റിച്ചാടും. എനിക്ക് ഇതിന്റെ പേര് കള്ളുടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ കള്ളുടിക്കുന്നല്ല, മനസ്സിലായോ? ഞാൻ കുടിക്കത്തില്ല. നിർത്തി വെച്ചിരിക്കുന്നു. എടാ എന്റെ ബർത്ത്ഡേ പരിപാടികൾക്ക് കുറച്ചധികം കുടിച്ചായിരുന്നു. അതുകൊണ്ട് ലിവർ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിപ്പോ കുടി നിർത്തി വെച്ചിരിക്കും. ഒരാഴ്ച ലിവർ വളരും, അതറിയില്ലേ? ഒരു വർഷം കുടിക്കും. ലിവർ വളരും, ബ്രെയിൻ വളരില്ല. അത് എക്സാമ്പിൾ കണ്ടില്ലേ? അവരെ കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയണ്ടേ, എനിക്ക് കുറച്ച് നാളെങ്കിലും ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ ഗ്യാങ് മൊത്തത്തിൽ പോകും. ലിവർ വളരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിർത്തി വെച്ചിരിക്കുന്നത്. അണ്ണ അധികം മദ്യപിക്കുന്നവരെ ഇടക്കിടക്ക് ലിവർ വെട്ടി വരണം, ഓപ്പറേഷൻ ചെയ്ത്. അണ്ണാ എന്നാ നല്ലത് വളരത്തുള്ളൂ. ലിവർ ലിവർ അലീനെ ഛർദിച്ചെന്ന് ഇപ്പൊ പറയാം. മാങ്ങ ചോദിച്ചെന്ന് സൂര്യനോട്. പച്ചമാങ്ങ ചോദിച്ചെന്ന്. അണ്ണാ ഞാൻ എടാ നീ നിന്റെ ഡുണ്ടുമോളെ വിളിച്ചോണ്ട് ഇങ്ങോട്ടൊന്ന് വന്നേ.
അതെ ഈ ലൊക്കേഷനിലോട്ട് വന്നേ. എന്നാണ് അച്ഛാന്ന് വിളിച്ചത്? இல்ல உங்க வீட்ல ഒരു ഗ്യാപ്പ് കിട്ടിയവനാക്കി കളയണ്ട, അത് സത്യമാണ്. അതാണ് നീ മാറിക്കരുത് വാസു കാര്യോ. ജാങ്കോ ആരാ കേസ്? അസൻസിയോ ആണ് ജാങ്കോ കേസ്. അസൻസിയോയുടെ പേരാണ് ജാങ്കോ എന്ന്. ടിവിയിൽ അസൻസിയോ ആണ് ജാങ്കോ എന്ന് വിളിക്കുന്നത്. അത് ജാങ്കോ എന്നായിരുന്നു പേര്. എനിക്കറിയത്തില്ല, പറയാ പിന്നെ ഇത് എന്തോ കോമഡി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അത് പറയണം. MS-30 ലൊക്കേഷൻ എന്താ? നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമ്മളൊന്ന് ചോദിച്ചാ അവന് പറ്റും. അലീന ഉണ്ടോ ഇവിടെ ചന്ദ്ര? വയ്യാത്തല്ലേ അണ്ണാ, ആശുപത്രിയിലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് ഗ്യാസല്ലേ ഗ്യാസല്ലേ ORS வீட்டுக்கு போய் அம்மா தூங்கி അതെ അതെ ഈ വയറിളക്കം വന്ന അങ്ങനെയാണല്ലോ, കുടല് വരെ വെളിയിൽ വരുവേ. അന്നേരം ഈ വെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്തില്ലേ ഭയങ്കര പ്രശ്നമാണ്. இல்ல இல்ல பெரியப்பா நாளைக்கு ஹாஸ்பிடல்ல விழிச்சிருக்கு അത് പറഞ്ഞിട്ടേ വാസുവിനാണല്ലേ വാസണ്ണ എനിക്ക് പുതിയ ബോയ് ഫ്രണ്ട് ആയെന്ന് പറഞ്ഞിട്ട് കേട്ടാ. അതിപ്പോ എന്താ, ഞങ്ങള് ബ്രേക്കപ്പ് ആയി, അവള് പുതിയ റിലേഷൻഷിപ്പ് ആയി മൂവ് ഓൺ ആയി. അതിപ്പോ എന്താ? ഒരു കൊച്ചിനെ ദത്തം എടുത്ത് ആൾക്കാര് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ആൾക്കാര് പറഞ്ഞാ പറഞ്ഞാ കൂട്ടയിലല്ല, അങ്ങനെയല്ല ഇവിടെ പറയാൻ ആൾക്കാര് പറഞ്ഞ നീ പറയണ എന്താ പറ. ആൾക്കാര് പറഞ്ഞ നീ പറഞ്ഞുണ്ടാക്കിയ എന്താ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അണ്ണാ ഈ പൊതു സദസ്സിൽ പറയാൻ പറ്റത്തില്ല അത്. എന്നാ ഞാൻ മാറിയേക്കാം. വാ പോകുന്നേ അതൊരു സെറ്റിയിലെ ഒരു ഇത് വെച്ചിട്ടെ ഗോകുവാ സെറ്റിയിലെ ഒരു കരക്കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അണ്ണന് കഴിവില്ലാത്തോണ്ടാണ് അവള് ബ്രേക്കപ്പ് അടിച്ച് പോയിട്ട് ഇപ്പൊ ഒരു കൊച്ചിനെ ദത്തെടുത്ത് വിട്ട് വളർത്തണം എന്നാണ്. ഈ കൊച്ചിനെ ദത്തെടുത്തതിന് ശേഷം അങ്ങനെ സംസാരം വന്നു തുടങ്ങിയേ. ആണല്ലേ? ഇപ്പൊ എനിക്കിപ്പോ ഒരു കുഞ്ഞാൻ പോവാണ്. അപ്പൊ സൂര്യബോസ് ദത്തെടുത്തപ്പോ ഇത് നാട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല, ഇതിപ്പോ ഞങ്ങൾ ബ്രേക്കപ്പ് ആയില്ലല്ലോ. അല്ല നീ ഇപ്പൊ പറയുന്നത് നിന്റെ കൊച്ചാണെന്നാ പറയണേ. അപ്പൊ നിനക്ക് സൂര്യബോസിനെ നീ ദത്തെടുത്ത സമയത്ത് നിനക്ക് ഈ ആവതില്ലാത്തോണ്ടാണോ നീ ദത്തെടുത്തത്? അല്ല ആണോ നിനക്ക് ആവതില്ലാത്തോണ്ടാണോ നീ ദത്തെടുത്തത്? അല്ല അണ്ണ ഞാൻ അങ്ങനെ ഞാൻ അതിന് ബ്രേക്കപ്പ് ആയില്ലല്ലോ. പക്ഷേ ഓക്കെ അപ്പൊ ബ്രേക്കപ്പ് ആയാൽ നമുക്ക് അങ്ങോട്ടും കൂടി ജീവിക്കട്ടെ. അതാ അങ്ങനെയാണ്. പക്ഷേ ഇതിപ്പോ അങ്ങനത്തെ സംസാരം. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ കൊച്ചിനെ തുറക്കണം, ആ ചിന്നിക്കുട്ടിയെ. ഞാൻ അതാണ് ട്രൈ ചെയ്തോണ്ടിരിക്കണേ. ഇപ്പൊ ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒരു കൊച്ച് പൊട്ടക്കണത്തിലോ. നമ്മൾ അനാഥാലയത്തിൽ വളർന്നവരല്ലടാ നമ്മള്. ഇപ്പൊ ഒരു തുണയില്ലാത്തതിന്റെ വിഷമം നമുക്ക് നല്ലതായിട്ട് അറിയുന്നതല്ലേ. ആ തുണയില്ലാത്തതിന്റെ നാക്ക് ഇതോട്ട് പലാറ്റ വരെ ഉണ്ട്. എടാ നിന്റെ ഈ തന്തയില്ലാത്ത ചേർക്കണ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാവോ? അവന്റെ നാക്ക് തമിഴ്നാട് വരെ നീളമുണ്ട് അവന്റെ നാക്ക്. എന്നാ അത് വെച്ച് ആ കുരുത്തം കെട്ട വെച്ച് നോക്കുമ്പോ എന്റെ മോനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കക്കുടം. അവള് കൈയും കരോശം കാണിച്ച് എന്റെ മോനെ അങ്ങ് വളച്ച്. സൂര്യബോസിന്റെ ഗേൾഫ്രണ്ട് ആണ് ഇപ്പൊ. കട്ടിവീശൊക്കെ വളർന്നിരിക്കുന്നോണ്ട് പറയണേ. ഇവര് ഈ പറയുന്ന റിലേഷൻഷിപ്പ് കേസ് എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള 2 പിള്ളേരുടെ കപ്പിളിന്റെ കാര്യം പറയണേ. നീ ഇങ്ങനെ ബീച്ചെ വളർത്തി അമ്പത്തൂരിനെയും കാർലോയും മിക്സ് ബ്രീഡ് ആക്കി നടന്നോ? അല്ല അവസാനം ഞാൻ പറയുന്നത് എനിക്കിത് കണ്ടിക്കാൻ പറ്റൂല. അത് എന്റെ മോൻ ഒരു കൊച്ചായിട്ട് ഇങ്ങനെ സല്ലപിച്ച് നടക്കാൻ എനിക്ക് കണ്ടിക്കാൻ പറ്റൂല. പിന്നെ ആ പെണ്ണിന്റെ ഭയങ്കര നാക്കമാണ്. നമ്മൾക്ക് ഇതിനൊക്കെ മുളയിലേ നുള്ളണം. ഡേഞ്ചർ ഇതൊക്കെ ഡേഞ്ചർ ആയിട്ട് വരും നമുക്ക്. ആണോ? എന്നാ നിന്റെ മോനും അലീനയ്ക്കും ആ കൊച്ചിനോട് വിഷം കളിക്കൂടും. അല്ല അലീനെ കൊണ്ട് പറ്റില്ലല്ലോ. അതെന്താ? അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ ഇതൊക്കെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അഥവാ ഇനി നിന്റെ ഒരു വിശ്വാസം അനുസരിച്ച് അലീനയുടെ വയറ്റിലുള്ളത് നിന്റെ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ നിന്റെ കൊച്ചാണെങ്കിൽ എടാ ഈ പ്രസവം, പേരെടുപ്പ്, ഈ സ്കാനിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതില്. ചെലവടക്കം എല്ലാം ഉണ്ട്. അപ്പം ആ കുഞ്ഞ് വരുന്ന ആ ഒരു 10 മാസം TV ഒന്ന് ഇറങ്ങണം. അല്ല അത് ചെലവിന്റെ കാര്യം കൊണ്ടല്ല. എനിക്ക് നമ്മൾ ആ സ്ഥാനത്ത് കോഹ്ലിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കണം. എന്നാലേ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. എന്റെ സ്ഥാനം വഹിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആരാണ് ഉള്ളത് ഒന്ന് പറഞ്ഞാണ്. ജസ്റ്റ് ഒരു പേര് പറഞ്ഞാണ്. നിന്റെ പറഞ്ഞല്ലേ നിന്റെ വലത്തെ സൈഡിലോട്ട് നോക്ക്. വലത്തെ സൈഡിലോട്ട് നോക്ക്. അണ്ണാ ഇപ്പോഴും പലട്ടെ മാപ്പിടാണ്ട് പോകാറുള്ള ഇവനെ കോഹ്ലിയുടെ ആക്കാനോ?
ഓ നീ ഗോൾ ലീഡർ ആവുന്ന സമയത്ത് നിനക്ക് എന്തറിയായിരുന്നു? അതാണ് നിനക്ക് എന്തറിയായിരുന്നു? എടാ നീ എന്തായാലും ചെയ്തിട്ടാണോ നീ ഗോൾ ലീഡർ ആയത്? തൂക്കി അത് എങ്ങനെയാണോ അച്ഛനായി അതേപോലെ ഗോളിട്ടറായി ഒരു കഴിവില്ലാത്തവൻ. അതെ, ഒരു effort ഇല്ല, ഒരു ഒന്നും effort ഇല്ല. ഒരു എഫേർട്ടും ഇല്ലാതെ അതാണ് Zero effort. ന്യൂസില കണ്ടി ഒരു എഫേർട്ടും ഇല്ലാതായതാ. പോയി. നിങ്ങൾ കത്തിയോ? ഹലോ, ഓ എല്ലാരും കത്തിപ്പോയല്ലേ? ഹലോ ഞാൻ മാത്രം സ്റ്റേബിൾ ആയിട്ട് നിൽക്കണേ. അണ്ണാ 30-60 50 അല്ല 50-70. ഒരു അനക്കമില്ല. എനിക്ക് ഒരു അനക്കവും ഇല്ല. സ്ട്രോങ് ആയിട്ട് നിൽക്കണം. 40. ലിങ്ക് ഒന്ന് അയക്കാവോ? എന്തിന്റെ? ആ കാർഡിന്റെ എനിക്ക് എന്റേത് വാങ്ങാണ്ടിരിക്കാനേ, ബ്ലോക്ക് ചെയ്യാനാ. നമ്മളെല്ലാരും ഉണ്ടല്ലിയാ. നിന്റെതേ അങ്ങ് ബ്ലോക്ക് ചെയ്യാം, ലിസ്റ്റ് ചെയ്യുന്നേ ബ്ലോക്ക് ചെയ്യാം, വാങ്ങണ്ട. നിങ്ങളാരും കത്തിയില്ല? ഇല്ല, ആരില്ല, നീ മാത്രമേ കത്തിയുള്ളൂ. ശരിക്കും? ഓ എല്ലാവർക്കും 40 വീലൊക്കെയാ. നമ്മളെല്ലാരും ഇട്ടിരിപ്പുണ്ട്. എനിക്ക് 22 ഉള്ളൂ. ഹലോ, പടം വരയ്ക്കാം. നീ കത്തിയില്ലേ? ഞാനൊക്കെ ഓൾറെഡി കത്തിയ. അതറിഞ്ഞാ കറക്റ്റ് ടൈമിംഗ്. അണ്ണ പടം വരയ്ക്കാം. പെയിന്റ്. സ്ക്രീൻ ഹൈഡാക്കണേ. ഓക്കെ ലെറ്റ്സ് ഗോ. അല്ല, അത് ഡിസ്കോളിൽ എത്ര പേര് ഇത് വെച്ചിട്ടുണ്ട്? അത് പടയുന്ന ആൾക്കാർ പറയണ്ട, എന്റെ ലൈവിന് ഡിലേ ഇല്ല. അത് നമ്മുടെ പേരിട്ടായിരിക്കും പറഞ്ഞത്, അതാ പ്രശ്നം. എല്ലാരും കത്തിയാ? ഗെയിംസ് കളിക്കാം. നമ്മളും കത്തിയിട്ടില്ലട്ടാ. അത് പെട്ടെന്ന് ഇപ്പൊ കത്തും. കത്തി തൊലയിലാണെന്നൊന്നും ഇല്ല ചെയ്യാൻ, അതാണ് പ്രശ്നം. That's a problem. എന്തിയടാ അത്? അളിയാ, അതിന്റെ പേരെന്തുവായിരുന്നു? നീയേ നീ ഇറങ്ങിയപ്പം PL 10 അളിയാ. അത് നെറ്റ്വർക്കിന്റെ തോന്നുന്നു. അത് നെറ്റ്വർക്കിന്റെ ആണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര PL ആണ്. നാളെ കളിച്ചു. ഡിസ്കോളിൽ എത്ര പേരുണ്ട്? അപ്പൊ ഞാൻ ഇതാക്കി ഇടാം. 1 2 ഇല്ലടാ, ഇപ്പൊ ആൾക്കാർ ഇനിയും കത്തിയാ? ഞാൻ സിറ്റിയിലുണ്ടല്ലോ ഇപ്പോഴും. നമ്മളൊക്കെ ഒരു മിനിറ്റ് എടാ, ഞാൻ ഒരു ഇത് എടുത്തിട്ട് വരാം. എന്റെ ഒരു സാധനം എടുത്തിട്ട് വരാം. നിങ്ങളെ ഇതായിരുന്നു ഒരു കാര്യം കാണിച്ചു തരാം. ഒരു സാധനം എടുത്തോണ്ട് വരണം. അളിയാ ഗോഗു എന്റെ ലൈവ് ഒന്ന് നോക്ക്. നോക്കുന്നുണ്ട്. നല്ലോണം 2 മിനിറ്റ്. അളിയാ ആർത്തി കാർഡിലെ പടം വരയ്ക്കാന്ന് പറഞ്ഞപ്പോ പടം വരയ്ക്കാന്ന് പറഞ്ഞ ഇനി അടുത്ത അർജന്റീന മാച്ച് എന്നാണ്? ഞാൻ എടുക്കാൻ വേണ്ടി പോയതാ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ചന്ദ്ര ഉണ്ടോ ഇവിടെ? ചന്ദ്ര ഒന്ന് ലൈവ് ഇടോ ഗോകു. ചന്ദ്ര ഡെഫ് അടിച്ച് വഴിക്കണം. അതൊരു സിറ്റി എന്താണ് സാധനം? അല്ലടാ, ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഗൈസ്. എല്ലായിടത്തും ഗൈസ് ലൈവ് കാണുന്ന എല്ലായിടത്തും നമ്മുടെ ഇത് പ്രൊമോഷൻ ഒന്നും അല്ല. നമ്മുടെ ലൈവ് കാണുന്ന ഒരു പയ്യന്റെ ഒരു സ്ഥാപനമാണ്. അതായത് എന്താന്ന് വെച്ചാൽ ചന്ദ്രനും എല്ലാവർക്കും ഇപ്പം ഈ പറയണത് പോലെ ഞങ്ങൾക്കെല്ലാം ഫുഡ് തന്നോണ്ടിരിക്കണത് അവനാ. അതായത് കസ്റ്റമൈസ്ഡ്. എടാ ഞാൻ മറ്റേ പയ്യന്മാരുടെ കാര്യം പറയുമായിരുന്നു. ഹെൽത്തിക്കോ. അപ്പം ഗൈസ് നമ്മുടെ ലൈവ് കാണുന്ന 2 പയ്യന്മാർ 3 പേര് തുടങ്ങിയ ഒരു ചെറിയ സ്റ്റാർട്ടപ്പാ. അപ്പം നിങ്ങൾക്ക് ഫുഡൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡയറ്റ് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. നല്ല ഫുഡാണ്. സത്യമായിട്ട് പറയാം, 2 ദിവസമായിട്ട് ഞാൻ അമ്മമാര് തന്ന ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതൊക്കെ ഇപ്പൊ അവരുടെ ഡയറ്റ് പ്ലാനിൽ വരുന്ന സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ അടിപൊളി. ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നാളത്തെ ഇവന്റെ വ്ളോഗിലും ഉണ്ട്. ഇത് സത്യമായിട്ടും ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഭയങ്കര ചെറിയ സ്റ്റാർട്ടപ്പാണ്. നിങ്ങൾ പൈസ മേടിച്ച് പ്രൊമോട്ട് ചെയ്യണതല്ല, ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആ ഗൈസ്. എന്റെ സത്യമായിട്ടും നമ്മുടെ ലൈവ് കാണുന്ന 2 പയ്യന്മാരുടെ സ്റ്റാർട്ടപ്പ്. പക്ഷെ സത്യം പറയാലോ ഗൈസ്, അത് പറയണം തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്ത് അങ്ങനെ പ്രൊമോഷൻ കാര്യങ്ങൾ ഇങ്ങനെ പറയാറില്ല. ഇതൊരു പ്രൊമോഷൻ ആയിട്ടല്ല, എനിക്ക് അവരെ ഒന്ന് ഇതാക്കി കൊടുക്കണമെന്ന് തോന്നി ഗൈസ്. അടിപൊളിയാണ് സത്യമായിട്ട് പറയാലോ. 2 ദിവസമായിട്ട് ഞാൻ കിഡിലുമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. 3 നേരം നല്ല ഫുഡ് എന്ന് വെച്ചാൽ കിഡിലും ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള മീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവരുടെ ഇതിന്റെ പേര് ഹെൽത്തിക്കോ എന്നാണ്. ആപ്പ് ഉണ്ട്, ആപ്പല്ല വെബ്സൈറ്റ് ഉണ്ട്.
healthico.in HEALTHIQO healthico.in എന്നാണ് അവരുടെ ഇതിന്റെ പേര്. അപ്പൊ നിങ്ങൾക്കൊക്കെ എറണാകുളത്ത് അങ്ങനത്തെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഡു കോണ്ടാക്ട് ദം ഗൈസ്. നല്ല ഡിസേർവ്ഡ് ആയിട്ടുള്ള സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് കഴിക്കാനുണ്ടെങ്കിൽ അവർ അങ്ങനെയും ചെയ്യും, അല്ലെങ്കിൽ പാക്കേജ് ആയിട്ട് ചെയ്യും. ഇപ്പൊ ഞാനും പറയട്ടെ, നിങ്ങളിപ്പോ സ്വിഗ്ഗിയിൽ നിന്ന് ഒരു ഹെൽത്തി ബൗൾ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ലൈക്ക് ഞാൻ ഓൾറെഡി ലൈക്ക് ഓർഡർ ചെയ്ത് കഴിക്കാറുള്ളതാണ്. കുറഞ്ഞത് 300 സംതിങ് എങ്കിലും, പക്ഷെ ഇവർക്ക് 200 വരുന്നുള്ളൂ ഒരു ഇതിന് തന്നെ. എങ്ങനെയൊക്കെ നോക്കിയാലും അത് നല്ല ഹെൽത്തി ബൗളാ. പിന്നെ മന്ത്ലി 12K ആണ് പറഞ്ഞത്. അത് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ്. അത് മൂന്ന് നേരം പറയണേ, 3 നേരത്തിന്റെ ആയിരുന്നു. നിങ്ങൾക്ക് ഒരു നേരമൊക്കെ മതിയെങ്കിലും അങ്ങനെയും ചെയ്തു തരും. അവിടെ എല്ലായിടത്തും കൊണ്ട് ഡെലിവറി ചെയ്യും. ബഞ്ച് പ്രമോഷൻ എടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സന്തോഷ വാർത്തകളുണ്ട്. നെസ്ല എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ഇനി തൊട്ട് എന്തിനാണ് എടാ ഇനി ആ മുട്ടായി വാങ്ങിച്ച് കഴിക്കലൂടുന്നാണ് എടുത്ത് പറഞ്ഞത്. കടയിൽ പോലും വാങ്ങിച്ച് ഒന്നാമത്തെ കാര്യം ഷൂട്ടിന് വെച്ച മുട്ടായി എടുത്ത് തിന്ന്. ഞാൻ പറയാം എടാ, ഇനി ടിവിയിലുള്ള ഒരുത്തനെ ഈ വീട്ടിനകത്ത് ഞാൻ കേട്ടതില്ല. എന്റെ ഞാൻ ഒരു കാര്യം പറയാം എടുത്ത്. എടാ അവള് കണ്ട, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഗൈസ്, ഇവിടെ വന്നിട്ടേ ഇവന്മാര് ഇതിനകത്ത് ഏതോ ഒരുത്തൻ ബോധമില്ലാതെ രാത്രി പോയി സിംഗിള് വാള് വെച്ച് രാവിലെ അവളെ എണ്ണീറ്റ് ചൂല് മടക്കി അടിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോ എന്റെ 2 ഇയർബഡ്സ് എടാ നീക്ക് ഈ ആരെങ്കിലും എന്റെ വിഷമം പറഞ്ഞു എന്റെ ഹെഡ്സെറ്റോട് അടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു അളിയ. എന്റെ ഹെഡ്സെറ്റിന്റെ 2 ബഡ് ഊരിക്കൊണ്ട് പോയ അളിയ. ബഡ് പ്രശ്നമുണ്ട്. ഞാൻ ഒന്ന് തിരിച്ചു പറയട്ടെ, നീ ഹെൽത്തി ഫുഡിൽ കാണിക്കാൻ വന്നത് ഞാൻ ചെറുതായിട്ട് നീ പറഞ്ഞായിരുന്നു. നീ തൂറ്റലായിട്ട് കക്കൂസി പോയതാണ്. നീ പെട്ടെന്ന് ഇന്നലെ ആണെങ്കിൽ തൂറ്റല് കാരണം പെട്ടെന്ന് കക്കൂസി പോകാൻ പറ്റാത്തോണ്ട് വാഷ് ബേസിലാണ് ഇട്ടതെന്നൊക്കെ പറഞ്ഞു. തമാശയായിരുന്നൊന്ന് അത് പറഞ്ഞേക്കട്ടെ, തമാശയായിരുന്നു അത്. അതാണ് എന്ത് പറയാ. എന്നിട്ട് കേട്ടോണ കേസ്. എന്നിട്ട് വീട്ടില് പ്രൊമോഷന് വെച്ചിരുന്ന മഞ്ചെടുത്ത് തിന്ന് ഗൈസ്. അവർ ഈ മഞ്ചിന്റെ ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാക്ക് വശത്ത് മറ്റേ ഇതൊന്നും ഇല്ലാത്ത പ്രൈസും ഡീറ്റെയിൽസും ഒന്നും ഇല്ല. അവരുടെ പുതിയ ലോഞ്ച് ആയിരുന്നു. ആ സാധനം എടുത്തങ്ങ് തിന്ന് ഇറക്കി. മനസ്സിലായോ? എന്നിട്ട് അത് അവരോട് പറഞ്ഞിട്ട് രണ്ടാമത് ഒരു കൊറിയറും കൂടെ അയച്ചു വന്നപ്പോഴത്തേക്കിന് തന്നെ ഇത് ഷൂട്ട് ചെയ്യേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു. അത് മാത്രമല്ല കാരണം, അപ്പോഴത്തേക്കിന് ഈ ഷൂട്ട് ചെയ്യേണ്ട സമയം ആയപ്പോഴത്തേക്കിന് എന്റെ ബർത്ത്ഡേ വന്ന് വീട്ടിലാണെ പഞ്ചായത്തിലുള്ള ആൾക്കാർ എടാ എന്റെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നടാ? ഒരു 35 പേരെന്തോ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഈ ടിവിയുടെ ബാക്കി എലിയും രഞ്ജേട്ടനും ബാക്കി എല്ലാവരും കൂടെ ചേർത്ത് അങ്ങനെ കുറച്ച് പേരെല്ലാം വന്നപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് എലി പോസ്റ്റ് ചെയ്തില്ല. ഇന്നായിരുന്നു എന്റെ ഡേറ്റ്. എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നെസ്ലയുടെ സൈഡിൽ നിന്ന് ഒരു മെയിൽ വന്നു, താങ്ക് യു സോ മച്ച് മൈര, ഇനി മേലാൽ ഒരു പരിപാടിക്ക് നമ്മൾ നിന്നെ വിളിക്കൂല. നെസ്ലയുടെ സൈഡിൽ മഞ്ച് കഴിക്കരുത്, മഞ്ച് കഴിക്കുന്നത് കണ്ടാ മുട്ടുകാല് തല്ലി ഓടിക്കും എന്ന് അവര് മെയിലും അയച്ച് എന്റെ ഇതും ക്യാൻസൽ ചെയ്തു. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ബ്രാൻഡിന്റെ അടുത്ത്? നീ അളിയ ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ അവരൊരു ടീഷർട്ട് മഞ്ച് കഴിക്കുന്ന പിള്ളേരുണ്ടെന്ന് അറിയാം നമ്മുടെ ചാറ്റില്. എടാ ആർക്കും ഒരു ഹാമും ഇല്ലാത്തൊരു പരസ്യമായിരുന്നു അത്. ഞാൻ ചെയ്യണമായിരുന്നു അളിയ, എന്റെ പോർട്ട്ഫോളിയോ കാണിക്കാനെങ്കിലും. ഇതാണ് വെബ്സൈറ്റിന്റെ പേര്. എടാ ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചിടാ, ഞാൻ പിൻ ചെയ്ത് തരാം. healthico.in പറ്റുന്നവരൊക്കെ നിങ്ങൾക്ക് ആ ചെക്കനൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അവര് നല്ല രീതിയിൽ ചെയ്തു തരുന്നത്. ഞാൻ സത്യമായിട്ട് പറയാം, ഞാൻ അങ്ങനെ ഫുഡ് സാധനങ്ങൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ ഞാൻ 2 ദിവസമായിട്ട് കഴിക്കും കിടിലം ഫുഡ്, അടിപൊളിയാണ്. ഞാനിപ്പോ അളിയ 2 ആഴ്ചയായിട്ട് കഴിക്കുന്നത്. 2 ആഴ്ചയായി നീ? 2 ആഴ്ചയായിട്ട് കഴിക്കുന്നു. നല്ല ഫുഡാ. ഇന്നെനിക്ക് മറ്റേ ചിക്കൻ റൈസിന്റെ ബോളായിരുന്നു, അടിപൊളിയായിരുന്നത്. എല്ലാ ദിവസവും കറക്റ്റ് ഓൺ ടൈമിൽ ഒരു സാധനം ഡെലിവറി ചെയ്യും. കറക്റ്റ് ടൈം ആയിരിക്കും. ബോയ്കോട്ട് മഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി എന്റെ പേരിൽ കേസും കൂടെ വന്ന് നിനക്കൊക്കെ എന്ത് സന്തോഷത്തോടെ ഇതിലൊക്കെ കിട്ടണേ. പോട്ടെ, പ്രമോഷൻ ഇല്ല, പോട്ടെ, വേണ്ട കഴിഞ്ഞ അത് പോയി, അത് തീർന്ന്. ഇനി എന്തിനാ എന്നെ കേസിലൂടെ പെടുത്തുന്നത്? നിനക്കൊക്കെ എന്ത് ആവശ്യം? എടാ എന്റെ കാരണമല്ലടാ, എന്റെ ഇത് കാരണമല്ലടാ പോയത്. പോട്ടെ. മഞ്ച് കിട്ടിയായിരുന്നോ?
മഞ്ജു കിട്ടി ജൂഡിന്റെ കക്കൂസിന്ന് കുറച്ച് സ്പ്രെഡായി പോയി എന്നാലും കുഴപ്പമില്ല. മെൽറ്റ് ആയി പോയി. കുറച്ച് മെൽറ്റ് ആയി എന്നാലും കിട്ടി. Not bad, not എന്ത് bad. പറയാ ഞാൻ ഇതിനൊക്കെ. ഇതിപ്പോ നെസ്ലേന് ഒരു കേസ് കൂടെ ആണെന്ന് തല വരുവേ. ഉറപ്പായിട്ട് നാളെ രാവിലെ ഞാൻ വേറെ സെൻട്രൽ ഗവൺമെന്റ് എടാ ഈകള് കഴിച്ചോക്കിട്ടെ ടേസ്റ്റ് ഇല്ലെന്നാണ് പറയണത്. അതിപ്പോ ജൂണിന്റെ കിട്ടിയല്ലേ അതാ ചന്ദ്ര വാ വാ വാ. അതെ ഒന്നുകൂടി സർവ്വ കയറാം, ഒന്നുകൂടി കയറാം, നമുക്ക് ഒന്നുകൂടി കത്തിപ്പാടി കയറാം. സ്റ്റേബിൾ ആയിപ്പോ എവിടെ ആർപ്പിയോ നോക്കട്ടെ. കേറാ ഒന്നുകൂടി കുറച്ചേരം സിറ്റി നിന്നിട്ട് വരാം.